ഹായ്, പുതിയ വീട്ടിൽ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് CPO 530/2019 ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു 2019. അതിനെപ്പറ്റിയാണ്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് ഇനിയും വെറും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇപ്പം കേരള PSC എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു റെക്കോർഡിലോട്ടാണ് കേരള PSC പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ എനിക്ക് PSC എക്സാമിന് പോകുമ്പോൾ, അതായത് 2016, ഞാൻ ഇപ്പം 2017 PSC ട്രൈ ചെയ്യാൻ തുടങ്ങി. 2017 അപ്പോൾ അന്ന് തൊട്ട് പണ്ട് അതിനു മുമ്പ് ആ സമയമൊക്കെ ആകുമ്പം എല്ലാവരും പറയുന്ന ഒരു ഇതുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴാണെങ്കിൽ രജിസ്റ്റർ നമ്പർ, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയാം. രജിസ്റ്റർ നമ്പർ ആണെങ്കിൽ നമ്മൾ കറപ്പിക്കുമ്പം സൂക്ഷിച്ച് കറപ്പിക്കണം, അല്ലെങ്കിൽ എക്സാം അസാധുവായി ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട് ചില ഇപ്പം നിൽക്കുന്ന പരീക്ഷ ഹാളിൽ നിൽക്കുന്ന സാർമാരായാലും പറയാറുണ്ട്. അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ റെക്കോർഡ് PSC എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഏതിൻ്റെ പരീക്ഷയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാൾ ടിക്കറ്റ് കറക്റ്റ് നോക്കിക്കൊണ്ട് പോകണം. അങ്ങനെ ഒരു അവസ്ഥയിലായി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം PSCയുടെ എക്സാം വയറ് ഇളകിയതിൻ്റെ കൂട്ടാണ് വരുന്നത്. ഇപ്പോൾ ഓരോ ആഴ്ചയിൽ ഓരോ മണിക്കൂർ വെച്ച് PSCയുടെ എക്സാം, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ PSC റെക്കോർഡിലോട്ടാണ് പോകുന്നത്. കാരണം ഇപ്പം ഒരാഴ്ച തന്നെ, ഒരു ദിവസം തന്നെ നോക്കുകയാണെങ്കിലും രാവിലെ വൈകിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കുന്നതിലൂട്ടാണ് ഓരോ പരീക്ഷകൾ. ഇപ്പം തന്നെ ഇപ്പം CPO 2019 റാങ്ക് ലിസ്റ്റ് എക്സാം നോട്ടിഫിക്കേഷൻ പിടിച്ച് 2019. ഇപ്പം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് വല്ലാത്ത മോശമായി. ഇപ്പം കാരണം ലിസ്റ്റിലുള്ളവർ ഇപ്പോൾ 13,000 പേരുടെ ഒരു ലിസ്റ്റ് ഇട്ട് ഇതെന്നാ പരീക്ഷ ഇപ്പം 2019 വിളിച്ചതാണെങ്കിൽ 2020 അന്ന് നടത്താൻ വച്ചിരുന്ന പരീക്ഷയാണ് 2019 വിളിച്ചത്. അത് അന്ന് ഫോഴ്സിൻ്റെ 2-3 വിളിച്ച്, അത് സിവിൽ പോലീസ് ഓഫീസർ, എക്സൈസ്, ഫയർമാൻ, അങ്ങനെ രീതിയിലുള്ള വിളിച്ച് LD 2019 വിളിച്ചതാണ്. അത് കഴിഞ്ഞ് 2020 ആയപ്പോഴത്തേന് അത് ഒരു കൊറോണ പരീക്ഷ നടത്താൻ വിളിച്ചല്ലോ. എല്ലാവരെയും സെൻട്രലിലുള്ളവരെയും കോച്ചിങ് സെൻറ്ററിലുള്ളവരെയൊക്കെ പിരിച്ചു വിട്ട്. അപ്പോൾ അങ്ങനെ പിരിച്ചു വിട്ട് അപ്പോൾ അവർ പരീക്ഷ നടത്താതെ വന്ന് ഇപ്പോൾ 2021 പരീക്ഷയെല്ലാം കൊറോണ കുറയുന്ന സമയത്ത് പരീക്ഷയെല്ലാം നടത്തി നിയമനം നടത്താമെന്ന് പറഞ്ഞു. അതായത് ആദ്യമേ ഇരുന്ന ഒരു സർക്കാർ ഉണ്ടായിരുന്നു, അവരാണ് ഇപ്പം 2021 കയറുന്നതിന് മുമ്പ് അവർ തന്നെ പറഞ്ഞ് ഇപ്പോൾ ഈ പരീക്ഷ പെട്ടെന്ന് നിയമനം നടത്തി പരീക്ഷയെല്ലാം ഫാസ്റ്റാക്കണമെന്ന് അവർ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് 2021 ഒരു നിയമം കൊണ്ടുവന്നു. ഇപ്പം ഞങ്ങൾ PSCയുടെ അടുത്ത് നിങ്ങൾ പറഞ്ഞ നിയമം എന്താണെന്ന് വെച്ചാൽ അത് പാലിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ആദ്യമേ PSC കൊണ്ടുവന്ന നിയമം എന്തെന്ന് പറഞ്ഞാൽ 2021 രണ്ട് ഘട്ട പരീക്ഷ എഴുതണം. അതായത് പ്രിലിമിനറി, മെയിൻ, അത് എല്ലാ പരീക്ഷയും. ഇപ്പം എന്താ പരീക്ഷയായാലും LGS തൊട്ട് അങ്ങ് ഇപ്പം സിവിൽ സർവീസിൻ്റെ കൂട്ടുള്ള പരീക്ഷകളാണ് ഇപ്പം നടത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ആരുടെ അടുത്തും പറഞ്ഞില്ലേ. അപ്പോൾ ശരി, അവർ പറഞ്ഞ് തീരുമാനിച്ചു. ഞങ്ങൾ അനുസരിച്ച് അത് പഠിച്ച് പ്രിലിമിൻസും കഴിഞ്ഞ് മെയിൻസും കഴിഞ്ഞ്, ഇത് ഒന്നിൻ്റെ മാത്രമല്ല പലതിൻ്റെയും പ്രിലിംസും മെയിൻസും കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇപ്പം PSC യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ജോലി കൊടുക്കത്തുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രിലിംസ് കൊണ്ടുവന്നത്. എങ്കിൽ ശരി, ആയിക്കോട്ടെ, ഞങ്ങൾ അതനുസരിച്ച് പഠിച്ച്. പിന്നെ ക്വസ്റ്റ്യൻ്റെ മോഡൽ മാറ്റണമെന്ന് പറഞ്ഞു. മോഡൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് കൂടുതൽ ഓക്കെ, അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാത്തിനും സ്വന്തം എന്താ പേര് ചോദിച്ചാലും അതിന് വരെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇനിഷ്യൽ വരെ മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. കാരണം PSCക്ക് എത്ര മാർക്ക്, എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നോ, ആർക്കൊക്കെ ആൻസർ ചെയ്യാൻ ഉണ്ടോ, അങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് എല്ലാ ക്വസ്റ്റ്യനും ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും ആ സ്റ്റേജും തരണം ചെയ്താണ് ഓരോ ഉദ്യോഗാർത്ഥികളും പരീക്ഷ പാസ്സാവുന്നത്. ഇതിൻ്റെ പുറകിലൊക്കെ ഇഷ്ടംപോലെ ഒരു പാസ്സാവുന്നതിൻ്റെ പുറകിൽ ഇഷ്ടംപോലെ ഒരു കഠിനാധ്വാനമുണ്ട്. അതൊന്ന് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ മാത്രമല്ല, എല്ലാത്തിൻ്റെയും പുറകിലൊരു കഠിനാധ്വാനമുണ്ട്. ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ അന്ന് ഞാൻ പറയാം, 2017 ഒരു എടുത്ത് നോക്കുക നീ, അന്നാണ് സിവിൽ പോലീസ് ഓഫീസർ 2018 വന്ന ഒരു കട്ട് ഓഫ് ഇട്ട്. അതൊരു 35 തൊട്ടുള്ളൊരു കട്ട് ഓഫാണ് വന്നിട്ടുള്ളത് ആ ഒരു ടൈമിൽ. അതും ഒരു ഘട്ടം മാത്രമുള്ളത്. കൊറോണയ്ക്ക് ശേഷം 2ാം ഘട്ടമാക്കി 2021 പരീക്ഷ പ്രിലിംസ് നടത്തി. അതിൻ്റെ റിസൾട്ട് വന്നത് 2021 അവസാനം നോക്കണം. പിന്നെ മെയിൻസ് വന്നു. മെയിൻസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വേണം. ഈ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ആ ഒരു വകുപ്പിൽ കയറി കഴിയുമ്പോഴാണ് ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുന്നത്. അതായത് ഇപ്പോൾ പോലീസിനാണെങ്കിൽ ട്രെയിനിങ്ങിന് പോകുമ്പോഴാണ് ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് അവർ പഠിപ്പിക്കുന്നത്. അത് ഞങ്ങൾ വെളിയിൽ നിന്ന് സോഴ്സ് കണ്ടെത്തി ഞങ്ങളത് പഠിച്ച് എടുക്കണം. അത് ഞങ്ങൾ ഓക്കെ, നിങ്ങൾ പറയുന്നില്ലയോ, എന്തൊക്കെ പറഞ്ഞാലും മെയിൻ ലിസ്റ്റിലോ എന്തുമായാലും ജോലി കിട്ടും.
എന്ന് പറഞ്ഞിരുന്ന് പഠിച്ചു. ഞങ്ങൾ കട്ടയ്ക്ക് ഇരുന്നാണ് പഠിച്ചത്. പിന്നെ അതിൻ്റെ മെയിൻ പരീക്ഷ വന്നത് മാർച്ചിൽ, അതിൻ്റെ ലിസ്റ്റ് വന്നത്, അതായത് മെയിൻ പരീക്ഷയുടെ റിസൾട്ട് വന്നത് ആഗസ്റ്റിൽ, ഫിസിക്കൽ നടത്തിയത് നവംബറിൽ അവസാനിച്ചു ഫിസിക്കൽ. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്, അതിൻ്റെ ഗ്യാപ്പ് നോക്കണം, എത്ര വർഷം പോയി, 2019 വിളിച്ചു, എൻ്റെ ഗ്യാപ്പ് നോക്കണം. എന്നിട്ട് എല്ലാം നിങ്ങൾ പറഞ്ഞ എല്ലാ നിയമവും പാലിച്ചിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥികളും ഇരിക്കുന്നത്. അപ്പം നമ്മൾ രീതിയിൽ പോയി, എന്തുവാ ഫിസിക്കലും എല്ലാം പാസ്. ഫിസിക്കലിൻ്റെ പുറയിലൊക്കെ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അത് ഓരോരുത്തരും പാസ്സായവർക്ക് എനിക്ക് എൻ്റെ രീതി മനസ്സിലാവും. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട്. ഓരോരുത്തർക്കും ഈ ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ മനസ്സിൽ ഓരോ ഇതുണ്ട്. വീട്ടിലെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബാധ്യതകൾ കാണും. ഇപ്പോൾ എൻ്റെ ഇപ്പം ബാധ്യത എന്തെന്ന് പറഞ്ഞാൽ, ഇപ്പം ഒന്നാമത്തെ കാര്യം, ഒരു വീടില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഒന്ന് വീട് വെക്കണം. അത് കയറിയിട്ട് വേണം വീട് വെക്കാം. അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം കഴിക്കും. പെങ്ങളുടെ പെങ്ങളുണ്ടെങ്കിൽ പെങ്ങളുടെ കല്യാണം നടത്തി വിടണം. അത് മാത്രമല്ല, ഇപ്പം കല്യാണം പ്രായം ആയവരാണെങ്കിൽ ഇതാക്കിയിട്ട് കല്യാണം ഒന്ന് നടത്തണം. ഇങ്ങനെയൊക്കെയുള്ള പല പല ബാധ്യതകളുണ്ട്. പിന്നെ കോർപ്പറേഷൻ ബാങ്കിൽ നിന്ന് കടം എടുക്കുന്നവർ. ഇപ്പം എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓരോ ഫിസിക്കൽ പാസ്സാകുമ്പോൾ ഓരോ ഘട്ടം പാസ്സാകുമ്പോഴും ഫിസിക്കലൊക്കെ പാസ്സാകുമ്പോഴും നമ്മുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും 5 ഐറ്റം പാസ്സാക്കണം. നമുക്ക് ആ ഒരു പിടിവള്ളിയാണ്. ആ പിടിവള്ളി അത് നമുക്ക് പാസ്സായിട്ട് വേണം നമ്മുടെ കുടുംബം ഒന്ന് കരകയറാൻ. ആ ഒരു മനസ്സ് അത് മാത്രമേ ഉള്ളൂ. പിന്നെ കോർപ്പറേഷൻ ബാങ്കിൻ്റെയൊക്കെ പലിശ നമുക്കറിയാം, എത്ര പലിശയാണെന്നറിയാം. അത് ഓരോരുത്തരുടെ കല്യാണത്തിനായാലും നമ്മൾ കട എടുത്തിട്ടുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അത് ഒന്ന് അടച്ചു തീർക്കണം. ഇതാണ് ഒരു പിടിവള്ളി. പിന്നെ കല്യാണമായാലും ഇതൊക്കെ കിട്ടിയിട്ട് വേണം കല്യാണം ആലോചിച്ച് നോക്കാൻ. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ കാര്യം. ഇനി ഫിസിക്കലും പാസ്സായിട്ട് റാങ്ക് ലിസ്റ്റ് പേര് വന്നു കഴിയുമ്പോൾ എല്ലാം നമുക്കൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ പാസ്സായി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സൈൻ ചെയ്യുന്ന സമയത്തുണ്ട്, അന്നേരമാണ് നമുക്കൊരു ആശ്വാസം, നമ്മൾ ജോലിക്കാരായി. ആ ഒരു രീതിയിലാണ് ഓരോ ഫിസിക്കൽ ചെയ്തവർ മടങ്ങാറുള്ളത്. ഇപ്പം നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് അതിനെന്ത് ഡിലേ വന്നിട്ടുണ്ടെന്ന് ആലോചിക്കണം. എന്നിട്ട് അവർ ഓരോ കാര്യങ്ങൾ ന്യായീകരിക്കാനുണ്ട്. ഈ 4 വർഷത്തെ ഒഴിവ് അവിടെ പോയെന്ന് പറയണം. ഓരോന്ന് കാര്യം ന്യായീകരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ 2023 ഏപ്രിലിൽ വന്ന റാങ്ക് ലിസ്റ്റ് ഇപ്പം അവസാനിക്കാൻ പോവുക, ഏകദേശം ഒരു 2-2.5 മാസത്തിൻ്റെ ഇടയ്ക്ക്. ഇതിനകത്ത് എത്ര പേർക്ക് നിയമനം കൊടുത്ത്? ഇപ്പം KP3യുടെ കാര്യം ഞാൻ പറയാം. ബാക്കിയുള്ള ഓരോരുത്തരുടെ കാര്യം കൂടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ 13,000 പേരിൽ 21% പേർക്കാണ് നിയമനം കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ പറയും, എങ്കിൽ എല്ലാവരും പറയും, എങ്കിൽ ആദ്യത്തെ 50-നകത്തൊക്കെ 50-നകത്ത് വന്നുകൂടായോ എന്നൊക്കെ ചോദിക്കും ഓരോരുത്തർ. ഇപ്പം നമ്മൾ മാത്രമല്ല, ഓരോരുത്തർ പറയുന്നതായിരിക്കും, പറയാൻ എളുപ്പമാണ്. പക്ഷേ നമുക്ക് ഇപ്പം അറിയാം, ഈ PSC പരീക്ഷയുടെ 1 മാർക്ക് തെറ്റിയാൽ, 1 പോയിന്റ് മാർക്ക് വ്യത്യാസം വന്നാൽ എത്ര റാങ്ക് പുറകെ പോകുന്നറിയാം, അറിയാമല്ലോ. അപ്പോൾ അത് നമുക്ക് 1 മാർക്ക് 1/2 മാർക്ക് കുറഞ്ഞാലും അതിന് വിലയുണ്ട്. നമുക്ക് ചിലപ്പം ഈ 300-400 റാങ്കിനകത്ത് കിട്ടുന്നവർക്കൊക്കെ 1-2 മാർക്ക് കുറവേ കാണത്തുള്ളൂ. പക്ഷേ 1-2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് കുറവാണെങ്കിലും അത് റാങ്ക് എവിടെ വരെ പോയെന്ന് ആലോചിക്കണം. ഇവരൊക്കെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നിൽക്കുന്നവർക്ക് KP3യുടെ കാര്യം മാത്രമല്ല, എല്ലാ 7 ബറ്റാലിയനിലുള്ളവരുടെ കാര്യമായാലും ഓരോരുത്തരും ഈ ലിസ്റ്റിൽ കിടക്കുന്നവർ ജോലിക്ക് അർഹരപ്പെട്ടവർ തന്നെയാണ്. അവർക്ക് ഇപ്പം ഇനി 2.5 മാസം ഉണ്ട്. അതിനെതിരെ നിങ്ങളുടെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് പറഞ്ഞാൽ, ഇത്രയും പേർക്ക് ജോലി കൊടുക്കും. ഇത്രയും പേർക്ക് ജോലി ജോലി ഒരു 3/4%, 80% പേർക്ക് എങ്കിലും ജോലി കൊടുക്കാൻ പറയാം, ജോലി കൊടുക്കണം. ഇപ്പോൾ അത് മാത്രമല്ല, ഫിസിക്കൽ പാസ്സായിട്ട് വന്നതിൻ്റെ അടുത്ത ആഴ്ച വന്നതാണ് അടുത്ത നോട്ടിഫിക്കേഷൻ. നിങ്ങൾ ഇത് നടക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ ഞാൻ ഈ വർഷത്തെ തൊഴിൽ വീതി കണ്ട്, തൊഴിൽ വീതിക്കകത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വാർത്ത കൊടുക്കുക ഉളുപ്പ് വല്ലതും ഉണ്ടോ? ഇത് അനുഭവിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. ഒരു ഉളുപ്പും ഇല്ലാതെ തോന്നിയത് എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുക. നിങ്ങൾ ആർക്ക് ഇപ്പോൾ 25% പേർക്ക് പോലീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എൻ്റെ ഒരു റിപ്പോർട്ട്. ഇപ്പം PSC എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പരീക്ഷ എഴുതണം, നമ്മൾ തന്നെ റാങ്ക് ലിസ്റ്റ് അവരെ കൊണ്ട് നമ്മൾ വിടിയിപ്പിക്കണം. ഇപ്പം മെമ്മോ അയപ്പിക്കണം, അവരെ കൊണ്ട് തന്നെ മെമ്മോ അയപ്പിക്കണം. നമ്മൾ തന്നെ ജോലി കയറണമെങ്കിൽ ഇത്രയും ഘട്ടം നമ്മുടെ ഈ ഫിസിക്കലും മെയിൻസും എല്ലാം കഴിഞ്ഞിട്ട്, ഫിസിക്കലും കഴിഞ്ഞിട്ട് ഇതുകൊണ്ടൊരു ഘട്ടമാണ്. അവരെ കൊണ്ട് തന്നെ റിപ്പോർട്ട് എഴുതിപ്പിക്കും. ഇത് എവിടുത്തെ ഇതെന്ന് പറയത്തില്ല. എന്തുവല്ല ഇത് വല്ലാത്തൊരു ഇതായി. ഇപ്പോൾ എന്തുവരും ഇനി 2.5 മാസം കൂടുണ്ട് അതിനെതിരെ. അതല്ല, ഇനി 2.5 മാസം കൂടുണ്ട്. അതിനിടയ്ക്ക് ഇത്രയും പേർക്ക് ഒരു 80% പേർക്കെങ്കിലും ജോലി, അല്ലെങ്കിൽ അത്രയും പേർക്ക് ജോലി
കൊടുക്കണം. ഇത് ഞങ്ങൾ അർഹതപ്പെട്ടത്. ഇതിനകത്ത് ഇത് തന്നെയാണ് ഒരു പിടിവള്ളിയായിട്ട് നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞാനും അത് കൂട്ടത്തിലുള്ള. അപ്പോൾ അതിനൊരു നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത്രയും പേർക്ക് ജോലി കൊടുക്കുക. അതാണ് നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. പിന്നെ ഇപ്പം അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഈ പറ്റുമെങ്കിൽ ഈ ലാസ്റ്റ് വന്ന ആ നോട്ടിഫിക്കേഷൻ കുറച്ചുകൂടെ നീട്ടി വെക്കുക. അതായത് ഈ വർഷം അവസാനം വരെയെങ്കിലും കിട്ടുക. അല്ലെങ്കിൽ അത് ഇപ്പം ഫിസിക്കലി പങ്കെടുക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അവർ തന്നെ ആയിരിക്കും ഈ പല ലിസ്റ്റ് വരുന്നത്, ഈ പോലീസിൻ്റെ പല ലിസ്റ്റ്. അപ്പോൾ അവർക്ക് തന്നെ ആലോചിക്കും ഇത് ഏതിന് പഠിക്കണമെന്ന് തന്നെ. ഇപ്പം നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പാസ്സാവും. ഇപ്പം കോളേജിൻ്റെ എക്സാം തന്നെ ആയിക്കോട്ടെ. ഇപ്പം നല്ലോണം പഠിച്ച് ഒരു എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പാസ്സാകുന്നൊരു ഉറപ്പ് കാണും. പിന്നെ അവർ ആ ഒരു എക്സാം തന്നെ പിന്നെയും നടത്തിക്കൊണ്ടിരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ കോളേജിൻ്റെ ആയാലും 10ലെ ആയാലും +2ൻ്റെ ആയാലും ആനുവൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും ഈ ആനുവൽ എക്സാം നടത്തിക്കൊണ്ടിരുന്ന ആ പിള്ളേർക്ക് പഠിച്ച് ഒരു ബോറാവത്തില്ലേ? ഇതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ എടുത്ത് ആ ലിസ്റ്റിലുള്ള പരമാവധി വരെ എടുത്ത് ആ ലിസ്റ്റ് ക്ലോസ് ആക്കും. ഇപ്പോൾ പരമാവധി എന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും പരീക്ഷ നടത്ത്. അതായത് വയറിളകിയത് കൊണ്ട് പരീക്ഷ നടത്തിയിട്ട് എന്തോ കാര്യം? നിങ്ങൾ ഈ ഇത് ചെയ്യുന്ന ആർക്ക് വേണ്ടി? ഏറ്റവും കൂടുതൽ പരീക്ഷ നടത്തിയുള്ള റെക്കോർഡ് ഇടാനാണോ ഇതുപോലെ ഇത് നടത്തുന്നത്? ഇതിലും വല്ലാത്ത കാര്യം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾക്ക് ജോലി തരുക. ഒരു 80% പേർക്കെങ്കിലും ഓരോ ബറ്റാലിയനിൽ നിന്നും 80% പേർക്കെങ്കിലും ജോലി നൽകുക. ഇതാണ് നിങ്ങളെ കൊണ്ട് പറ്റാനുള്ളത്. അല്ലാതെ ഇപ്പം അത് കാത്തിരുന്ന അത് തന്നെയാണ് പിടിവള്ളി. അല്ലാതെ അത് തന്നെയാണ് ആ ജോലി തന്നെയാണ് ഒരു പിടിവള്ളി. അല്ലാതെ ഇതെല്ലാം ഒരു ആക്കി കളയില്ല, സ്വപ്നങ്ങളെല്ലാം ഇതാക്കി താഴ്ത്തി കളയില്ല. ദയവ് ചെയ്ത് എല്ലാവർക്കും ജോലി കൊടുക്കുക. ഇത് ജോലി അർഹതപ്പെട്ടവർ തന്നെയാണ് ഇതിനകത്തുള്ളവർ. അപ്പോൾ സർക്കാരിനോട് ഇത്രേ പറയാനുള്ളൂ. ഒന്ന് ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ കിടക്കുന്നവരെ കൂടെ ഒന്ന് സഹായിക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഒന്നും അത്യാവശ്യം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.